കർത്താവിൻ്റെ അതിപരിശുദ്ധവും അതിശ്രേഷ്ഠവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2 തിമോത്തിയോസ് 4 അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വചനം ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ മുൻപാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മുൻപാകെയും അവൻ്റെ ആഗമനത്തിൻ്റെ രാജ്യത്തിൻ്റെ പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും യാഗരൂകതയോടെ വർദ്ധിക്കുക. മറ്റുള്ളവരുടെ ബോധ്യം ജനിപ്പിക്കുക. അവരെ ശാസിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്കുമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. നീ ആകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത പാലിക്കുക. കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകൻ്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ജനങ്ങൾ ഉത്തമമായ പ്രബോധനങ്ങളിൽ ശ്രദ്ധ തിരിക്കാത്ത കാലം വരും. ഉത്തമമായ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ല. പിന്നെ എന്താ ശ്രദ്ധിക്കുന്നത്? ഇതാ അവിടെ ദൈവം, ഇതാ ഇവിടെ ദൈവം, ഇതാ അവിടെ അത്ഭുതം ചെയ്യുന്നു, ഇവിടെ അത്ഭുതം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ദൈവം എല്ലാവരുടെയുമാണ്. സമസ്ത ലോകത്തിൻ്റെ അധികാരിയാണ് നമ്മളുടെ പിതാവ്. ഹല്ലേലൂയ. പിതാവ് ഭൂമിയിലേക്ക് പുത്രനെ അയച്ചത് എന്തിനാ? പുത്രനെ വിശ്വസിച്ച് പുത്രൻ്റെ നാമത്തിൽ നമ്മൾ നിലനിൽക്കുവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പുത്രൻ വഴി പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിക്കണം. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് വസിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ഞങ്ങളെ കത്തിച്ചൊലിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ആയിരിക്കേണ്ട സാഹചര്യത്തിൽ എത്തിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഞങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പോഴാണ് ദൈവത്തിൻ്റെ മുൻപാകെ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മുൻപാകെയും നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം നിങ്ങളെല്ലാവരും വായിക്കണം, അതിനെക്കുറിച്ച് ധ്യാനിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കണം. അടിപതറരുത്. കർത്താവ് നമ്മുടെ കൂടെ. ഹല്ലേലൂയ. സർവശക്തനും നീതിമാനുമായ സ്വർഗീയ പിതാവ് എൻ്റെ എല്ലാ സഹോദരങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എല്ലാവരുടെ മേൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.